ഗായകനുമായ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം പ്രശസ്ത ചലച്ചിത്ര സംവിധായകരും ഗായകരുമായ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ അവരെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും നമസ്കാരം. എൻ്റെ സഹോദരന്മാർക്കും അതുപോലെ ഇവിടുത്തെ പുരുഷാരത്തിനും എൻ്റെ നമസ്കാരം. അധ്യക്ഷൻ വേണു സാറിന് നമസ്കാരം. മലബാർ ദേവസ്വത്തിൻ്റെ സ്വന്തം ബിജു സാറിന് നമസ്കാരം. എൻ്റെ സുഹൃത്ത് വിഷാരിക്കാവിൻ്റെ ശ്രീ പ്രമോദിന് എൻ്റെ നമസ്കാരം. വേദിയിലും വേദിയുടെ മുന്നിലും ഇരിക്കുന്ന എല്ലാ ആദരണീയർക്കും എൻ്റെ നമസ്കാരം. ഭക്തജനങ്ങൾക്കും നമസ്കാരം. എല്ലാ സകലർക്കും നമസ്കാരം. എത്രയോ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങളിൽ കൂടുതലായിട്ട് പലപ്പോഴും ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യാനായിട്ട് എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭാനുപ്രകാശൻ. അപ്പോൾ ഭാനു പറയുന്നു, എന്നെ കുട്ടേട്ട എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടേട്ട പിഷാരികാവാണ്, നമുക്ക് പോകണം. അപ്പോൾ ഞാൻ പറയും, തീർച്ചയായിട്ടും അടുത്ത വരവിൽ നമുക്ക് പോകണം. അപ്പോൾ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി ബാലചേച്ചി എന്നോട് പറയും, കുട്ടാ പിഷാരിക്കാവ് മറക്കരുത്, നമുക്ക് അടുത്ത പ്രാവശ്യം. അങ്ങനെ എത്രയോ അടുത്ത പ്രാവശ്യമായിപ്പോയി ഇവിടെ വരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ അമ്മ എന്നെ വിളിച്ചു, ഞാനിവിടെ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരെയും കാണുമ്പോഴത്തേക്കും എത്ര അധികം സന്തോഷം എന്ന് എനിക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല സംഗീതോത്സവം എന്ന് പറയുമ്പോൾ, സംഗീതം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും അനന്തമായ ഒരു കടൽ പോലെയാണ്. അതിനു മുന്നിൽ ഞാൻ ആരുമല്ല എന്നുള്ള ഒരു സത്യം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു. ഏറ്റവും വലിയ അറിവ് എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട സംഗീതകാരൻ ഞെരളത്ത് ഹരിഗോവിന്ദനുണ്ട്. അദ്ദേഹത്തിൻ്റെ നാദത്തിലാണ് ഇവിടെ ഈ തൃക്കാർത്തിക മഹോത്സവം തുടങ്ങുന്നത് എന്നുള്ളതും കൂടി എനിക്ക് സന്തോഷത്തിന് വകയാകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും
എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സ്നേഹത്തിന് എൻ്റെ നമസ്കാരം പറയാതെ വയ്യ. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹം, ഒത്തിരി. ഇത് സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് തന്നെ സംഗീതത്തെക്കുറിച്ച് എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പരിവ്രാജക ഉപനിഷത്തിൽ ഭഗവാൻ നാരദനോടായിട്ട് പറയുന്നുണ്ട്, നാഹം വസാമി വൈകുണ്ഠേ, ഞാൻ വസിക്കുന്നത് വൈകുണ്ഠത്തിലല്ല, ഞാൻ വസിക്കുന്നത് വൈകുണ്ഠത്തിലല്ല. ന യോഗി ഹൃദയരവോ, യോഗികളുടെ ഹൃദയത്തിലുമല്ല ഞാൻ വസിക്കുന്നത്. പിന്നെ എവിടെയാണ് വസിക്കുന്നത് എന്ന് നാരദൻ ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞു, നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയരവോ മത് ഭക്ത എത്ര ഗായന്തി, എൻ്റെ ഭക്തൻ എവിടെ നിന്നാണോ എന്നെക്കുറിച്ചുള്ള അവതാരങ്ങൾ പാടുന്നത് അവിടെയാണ് ഞാനുള്ളത്. തത്ര തിഷ്ഠാമി നാരദ, അങ്ങനെ കരുതിക്കോളൂ നാരദ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഗീതം എന്ന് പറയുന്നത് അമ്മയിലേക്ക് ലയിക്കാൻ ഉള്ള ഏറ്റവും സംശുദ്ധമായ വഴിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇനി എത്രയോ ദിവസം ഇവിടെ സംഗീതം, ആ സംഗീതത്തിന് നിങ്ങളെല്ലാവരും കൂട്ടാകണം. ആ സംഗീതത്തിൻ്റെ കൂട്ടിലായിരിക്കണം അമ്മയോടുള്ള എല്ലാ പ്രാർത്ഥനകളും ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകേണ്ടത്. അതിന് നിങ്ങളെല്ലാവരും ഒത്തുചേരും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. ഈ ഒത്തൊരുമ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കുന്നത് അത് തന്നെയാവും, നമ്മളെല്ലാവരും തമ്മിലുള്ള ഒത്തൊരുമ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എനിക്കത് തരണം, എനിക്കിത് തരണം, എനിക്ക് അവാർഡ് കിട്ടണം, എനിക്ക് അടുത്ത കുറേ സിനിമകൾ കിട്ടണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് അപ്പുറമായിട്ട് എനിക്കിപ്പോൾ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചത്, മോന് നന്നായിട്ട് വരട്ടെ എന്ന് വരണം അമ്മേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചത്, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ലയിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമുക്ക് സ്നേഹം മാത്രമേ മനസ്സിലുണ്ടാവൂ, ആരോടും ശത്രുത ഉണ്ടാവില്ല എന്നുള്ള സത്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൈതപ്രം സാറിനാണ് ഈ വർഷത്തെ തൃക്കാർത്തിക സംഗീതോത്സവത്തിൻ്റെ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വളരെ മഹനീയമായ കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് സിനിമകളിൽ കൈതപ്രം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സമർപ്പണം എന്ന രീതിയിലാണ് രണ്ട് വരി ഇവിടെ പാടുന്നത്. കൈതപ്രം സാറിന് മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിലും പിന്നില മഴയേ മയങ്ങിപ്പോയി. കേട്ടോ നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ നിലാവായി തുളുമ്പിപ്പോയി മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലാ മഴയേ മയങ്ങിപ്പോയി. അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഞാൻ മയങ്ങിപ്പോയപ്പോഴാണ് ഈ ട്യൂൺ ഉണ്ടായത്. അപ്പം അങ്ങനെ എത്രയോ കല്ലായി കടവത്തെ കാറ്റൊന്നും നിന്തില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. അതുപോലത്തെ പാടാണ് ചിന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീരോ കണ്ണാ എൻ കൺമണി. അങ്ങനെ എത്രയോ പാട്ടുകൾ കൈതപ്രം സാറുമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വർഷത്തെ ഈ ഒരു ആദരം കൊടുക്കുന്നത് എന്തുകൊണ്ടും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും എപ്പോഴും സൗഖ്യങ്ങൾ തന്നെ ഉണ്ടാവണം. സുഖം ദുഃഖം എന്ന് നമ്മൾ പറയുമ്പോൾ ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം. ആകാശം ഖം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതെ. അപ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ നല്ല ആകാശം എന്നർത്ഥം. എന്തർത്ഥം? ദുഃഖം
മോശം ആകാശം. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? സുഖം, നല്ല ആകാശമാണ് വേണ്ടത്. അത് മനസ്സാണ് ആകാശമായിട്ട് കാണേണ്ടത്. അപ്പോൾ നല്ല മനസ്സാണെങ്കിൽ നന്മകൾ വരികയും സ്നേഹം പകരുകയും അങ്ങനെ അത് ഭക്തിയായിട്ട് മാറുകയും അമ്മയുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ ഈ തൃക്കാർത്തിക സംഗീതോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഏറെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ അൻപാർന്ന വണക്കം. നമസ്കാരം. ഇപ്പോൾ പാടി വാട്ടാട്ടോ, ഒരു വാട്ടം പാടി പറ്റും, നിർബന്ധം. നാഭി പത്മതലങ്ങളിലമരും, നാഭി പത്മതലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. നാഭി പത്മതലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. നനമോടക്ഷരം ഉരിയാടുമ്പോൾ, നലമോടക്ഷരം ഉരിയാടുമ്പോൾ നാവിൽ നീ വിളയാടേണം അമ്മേ. വിരലിൽ തൊട്ടെഴുതിക്കേ നാഭി പത്മതലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. താങ്ക് യു സർ.